ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ജോ ലൈഫ്. ഇന്നത്തെ കാഴ്ച അൽകുഷൈബി എന്ന സ്ഥലത്ത് നിന്നും അൽറാസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. സോ വെൽക്കം ടു ജോ ലൈഫ്. ഇത് തികച്ചും ഒരു ഗ്രാമത്തിനെ ചുറ്റിപ്പറ്റിയുള്ളതും ആയിട്ടുള്ള ചെറിയൊരു യാത്രയാണ്. ഗ്രാമത്തിലുള്ള ഈ യാത്രയിൽ നമുക്ക് ആട്ടിൻകൂട്ടത്തെ കാണാം. ശരിക്കും ഇങ്ങനത്തെ കാഴ്ചകൾ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ കാണാനൊക്കത്തുള്ളൂ. ഇത് അങ്ങ് ദൂരെ ഒരു ഒട്ടകം നിൽപ്പുണ്ട്. സിറ്റിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് തികച്ചും ഈ ഗ്രാമത്തിലെ അന്തരീക്ഷങ്ങളും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടോ, ഈ റൗണ്ട് അബൌട്ട് കണ്ടോ. ഗ്രാമത്തിലെ റോഡാണ്, പക്ഷേ എങ്കിലും ഇവിടുത്തെ റോഡുകളും അതിനോട് ചേർന്നുള്ള റൗണ്ട് അബൌട്ടുകളും അതിനോട് സംബന്ധിച്ചുള്ള ഡിസൈനുകളും കണ്ടോ, ഒരുപാട് വ്യത്യസ്തമായിട്ട് അവർ പണിയുന്നുണ്ട്. നല്ല മനോഹരമായിട്ടത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ പ്രൗഢിയെ വളരെയധികം മുൻനിരയിൽ നിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുകയാണ്. എനിക്കും ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഗ്രാമത്തിലെ കാഴ്ചകളായിരുന്നാലും ശരി, സിറ്റിയിലെ കാഴ്ചകളായിരുന്നാലും ശരി, നമുക്കത് കണ്ടാസ്വദിക്കാൻ കിട്ടുന്ന അവസരം നമ്മളത് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു ഈത്തപ്പന തോട്ടമാണ് ഇവിടെ കാണുന്നത്. ഗൾഫ് രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനത്തെ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ നമുക്ക് റോഡ് സൈഡിൽ കാണാനൊക്കും. അൽഖസീം പ്രവിശ്യയുടെ ഏറ്റവും വലിയ സിറ്റിയാണ് അൽറാസ്. ബുറൈദ സിറ്റിയുടെ സൗത്തായിട്ടും തലസ്ഥാന നഗരിയായ റിയാദിന് നോർത്തായിട്ടും അൽറാസ് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 200ഓളം ഗ്രാമങ്ങൾ അൽറാസ് എന്ന പട്ടണത്തിന് ചുറ്റും നിലകൊള്ളുന്നുണ്ട്. എൻ്റെ ഈ യാത്ര പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാതിരുന്ന ഒരു യാത്രയാണ്. ഗ്രാമത്തിലെയും സിറ്റിയിലെയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ മാത്രമാണ്. വിഷൻ 230 എന്ന ആശയം ഉള്ളതുകൊണ്ട് ഒരുപാട് ടൂറിസം പദ്ധതികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ അവസാനം അൽറാസ് സിറ്റിയിലെത്തിയിട്ടുണ്ട്.
ഇവിടെയാണ് സ്ഥിരമായിട്ട് ഞങ്ങളുടെ ബസ് പാർക്ക് ചെയ്യുന്നത്. ഇതൊരു മാർക്കറ്റാണ്, ബംഗാളി മാർക്കറ്റ് എന്നൊക്കെ പറയാം. ഇവിടെ നമുക്ക് ലാഭത്തിന് അത്യാവശ്യം വേണ്ട പച്ചക്കറികളും സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന ഒരു സംഭവമാണ് ഈ ലോറിയൊക്കെ പൊതുവെ ബെൻസ് കമ്പനിയുടെ ആയിരിക്കും. നമ്മുടെ നാട്ടിലത് വളരെ ചുരുക്കം കാണുന്ന ഒരു സംഭവമാണല്ലോ. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഈ മാർക്കറ്റിനിടയിലൂടെ നടക്കാൻ ഉദ്ദേശിച്ചു. ഈ ഏരിയയിൽ പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്ന വിദേശികളായിട്ടുള്ള നമ്മുടെ മറ്റു രാജ്യക്കാരെയാണ്. ഒത്തിരി പേര് ഇവിടെ ഇങ്ങനെ റഷായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് കാണാൻ പറ്റും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. ശരിക്കും ഈ സൈക്കിൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ നാട്ടിലാണല്ലോ ഇങ്ങനത്തെ സൈക്കിളൊക്കെ കാണാൻ പറ്റുക. ഇവിടെ ഇതൊക്കെ കാണുന്നത് ശരിക്കും വല്ലാത്തൊരു ഫീലാണ്. നമ്മുടെ നാട്ടിലേക്ക് ഓർമ്മ വരും നമുക്ക്. അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. നമ്മൾ ചിലപ്പോൾ നാട്ടിലാണെന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്നും ഞാൻ പുറത്തോട്ട് റോഡിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വെറുതെ നടക്കുവാണ്. വെറുതെ നടന്ന് ചുമ്മാ സ്ഥലങ്ങൾ കാണാനായിട്ട് വെറുതെ നടക്കുവാണ്. പകലിനെ അപേക്ഷിച്ച് രാത്രിയാണ് ഈ സിറ്റി കാണാൻ ഭംഗി. ഇത് കന്തൂര വിൽക്കുന്ന ഷോപ്പാണ്. ഗൾഫ് നാടുകളിലെ തനതായ വസ്ത്രധാരണ ശൈലിയായ കന്തൂര വിൽക്കുന്ന കടകളാണിത്. നല്ല ദാഹമാണ്, നല്ല ചൂടുമാണ്. അതുകൊണ്ട് ഒരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കടയിൽ കയറി. ഈ പുള്ളി എൻ്റെ ചാനൽ പേരൊക്കെ ചോദിച്ചു കേട്ടോ. പുള്ളി സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ് ഈ ഷോപ്പ്. രണ്ട് ടേബിളേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല ആംബിയൻസും ഉണ്ട് കേട്ടോ. ഈ ഷോപ്പിലെ പുള്ളി പറഞ്ഞു ഇതിനോട് ചേർന്ന് കുറച്ച് ദൂരം മാറി ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെയൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ? നല്ല രസമുണ്ട്. ദാരൽ കുഫേലിൽ ഹെറിറ്റേജ് മ്യൂസിയം, അങ്ങോട്ടാണ് ഡയറക്ഷൻ കാണിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ സമയത്ത് ഓപ്പൺ ആണെന്ന്. ഷോപ്പിലെ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞാൻ മാപ്പ് നോക്കി പോവുകയാണ്. അൽ ഷബ പാർക്കാണ് പുള്ളി പറഞ്ഞ പാർക്ക് കേട്ടോ. പക്ഷേ പോകുന്ന വഴിക്ക് നല്ല രസമുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റാണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ്. ഈ പ്ലാന്റ്സ് കാണുന്ന ഇവിടെ നിന്നും റൈറ്റിലോട്ട് പോകുന്നതാണ് പാർക്ക്. ദൂരെ കാണുന്ന അതാണ് പാർക്ക്.
സമയമില്ല, പെട്ടെന്ന് കയറണം, ബസ് പോകാൻ സമയമായി. സോ പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. കയറുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് കിട്ടുന്ന ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ. അധികം തിരക്കൊന്നും കണ്ടില്ല ഞാൻ. വെള്ളിയാഴ്ച ദിവസമാണ്, പക്ഷേങ്കിലും തിരക്കൊന്നും കണ്ടില്ല. ദേ ആ കാണുന്നത് ഈത്തപ്പഴമാണ്. നല്ലപോലെ വെള്ളഞ്ഞ് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഈ പാർക്കിലെ എല്ലാ ഈത്തപ്പനയിലും നല്ലപോലെ പഴുത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ സീസണാണ്. ഈ ചൂട് സമയത്ത് ഉണ്ടായിട്ട് വിളയുന്നൊരു പഴമാണല്ലോ ഈത്തപ്പഴം. ശരിക്കും നല്ലൊരു അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ. ഫാമിലിക്കൊക്കെ വന്ന് ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയുടെ കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു കുളിർമ. തിരിച്ച് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഫുഡ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോകാം. ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റ്. സമയമില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പൊറോട്ടയും വെജ് കറി ഓർഡർ ചെയ്തു. വെജ് കറി കാബേജ് ആണോ എന്താണെന്നറിയില്ല കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങി വെച്ചൊക്കെ ഉണ്ട്. വേറെ വഴിയില്ല, കഴിക്കുക തന്നെ. ഒരുപാട് പൈസയില്ല കേട്ടോ, 4 രൂപയിലായുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അൽറാസിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അണ്ടിൽ ദെൻ ദിസ് ഈസ് ജോ ലൈഫ്. ബൈ ബൈ.